ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന LGS എക്സാമിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ് റിവിഷൻ ചെയ്യുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എല്ലാവരും റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഓപ്ഷൻ സി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഓപ്ഷൻ സി ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം? ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ഓപ്ഷൻ സി അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? നിതിൻ മധുകർ ജാംദർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഓപ്ഷൻ സി തൃശ്ശൂർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ ഡി VP മേനോൻ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോൻ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഓപ്ഷൻ എ പോണ്ടിച്ചേരി. ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം പോണ്ടിച്ചേരി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? ഓപ്ഷൻ ഡി KM പണിക്കർ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം KM പണിക്കർ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി മംഗൾയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീൽ. 2025 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. അതും കൂടെ ഓർത്തു വെച്ചോണം. 2025 G20 ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ.
ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 3ഉം. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. പടിഞ്ഞാറൻ സമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമതലം. കോറമാൻഡൽ തീരസമതലം ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്. അതോർത്ത് വെച്ചോണം. കോറമാൻഡൽ തീരസമതലം കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. അതോർത്ത് വെച്ചോണം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം, ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2ഉം 3ഉം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഓപ്ഷൻ എ 2ഉം 3ഉം. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഓർത്തു വയ്ക്കുക. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 മാത്രം. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2 മാത്രം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ്. ഓർത്ത് വെച്ചോണം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. ഇവിടെ തന്നിരിക്കുന്ന ബാക്കി 2 പ്രസ്താവനകൾ ശരിയാണെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അതിലൊരു ചെറിയ കറപ്ഷൻ ഉണ്ട്. ഇത് 2024 ചോദ്യപേപ്പറാണ്. ഇപ്പോഴത്തെ കേരള സ്പീക്കർ AN ഷംസീർ ആണ്, അത് കറക്റ്റാണ്. എന്നാൽ ഇപ്പോഴത്തെ കേരള ഗവർണർ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ഓർത്ത് വെച്ചോണം, ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള സ്പീക്കർ AN ഷംസീർ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. ചാന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 3, 4. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചാന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ചാന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണനാണ്. ഓർത്ത് വെക്കുക, ഇപ്പോഴത്തെ ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം ഏത്? ഓപ്ഷൻ ബി മോഹിനിയാട്ടം. അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? ഓപ്ഷൻ എ മാക്സിം ഗോർക്കി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ ഡി ലോക്പാല്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി ധനഞ്ജയ Y ചന്ദ്രചൂഡ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. ഓർത്തു വെച്ചോണം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഓപ്ഷൻ സി ഹോക്കി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം? ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഓപ്ഷൻ സി വിജാഗിരി സന്ധി. C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം? ഓപ്ഷൻ സി ട്രാക്കിയ. ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 1, 3. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. ശരിയായ ജോഡികൾ കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പാറ്റ ജീവികൾ ഹൃദയാറകൾ. പാറ്റ ഹൃദയാറ 13, പല്ലി ഹൃദയാറ 3, പക്ഷി ഹൃദയാറ 4, മത്സ്യം ഹൃദയാറ 2. ഒന്നുകൂടെ പറയാം, ശരിയായ ജോഡി കണ്ടുപിടിക്കുക. ജീവികളും ഹൃദയാറകളും. പാറ്റ 13, പല്ലി 3, പക്ഷി 4, മത്സ്യം 2. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഓപ്ഷൻ ഡി 2023. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഹരിത. ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ന്യൂട്ടൺ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഒരു കുതിരശക്തി 1 HP 1 ഹോഴ്സ് പവർ എന്നത് ഡാഷ് വാട്ട് ആകുന്നു? ഓപ്ഷൻ ഡി 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആര്? V നാരായണൻ. നിലവിലെ ISRO ചെയർമാൻ V നാരായണൻ. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ക്ഷയം, ചിക്കൻ ബോക്സ്.
സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഓപ്ഷൻ ബി വിറ്റാമിൻ എ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന്? ഓപ്ഷൻ എ 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ സി കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതേത്? ഓപ്ഷൻ എ എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി മലേറിയ. മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി നെഫ്രൈറ്റിസ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഓപ്ഷൻ എ മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഓപ്ഷൻ എ ത്വക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി. ക്ഷയം, ബാക്ടീരിയ, നിപ വൈറസ്. തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി എയും ബിയും സിയും ശരിയാണ്. ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ? ഓപ്ഷൻ ബി ഇവാൻ. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി എയും സിയും ശരിയാണ്. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 2017 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നത്. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഓപ്ഷൻ ഡി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഹോക്കി ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ നേടിയ ഇനം? PT ഉഷ CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്. മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. താഴെ പറയുന്നതിൽ നിന്ന് തെറ്റായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ എ എയും ബിയും തെറ്റാണ്. നിത്യചൈതന്യയതി, കരിഞ്ചന്ത, പന്തിഭോജനം, സഹോദരൻ അയ്യപ്പൻ. കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു. അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ഖസാക്കിൻ്റെ ഇതിഹാസം. ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. JC ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ്. റസൂൽ പൂക്കുട്ടി ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ബാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. 2023 മാർച്ച് 30 2ാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം? ഓപ്ഷൻ സി കുമരകം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി സിയും ഡിയും ശരിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഇനി അടുത്ത 2 ചോദ്യങ്ങൾ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക്? ഓപ്ഷൻ ഡി പാക് കടലിടുക്ക്. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ്? ഓപ്ഷൻ ഡി ജർമ്മനി. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം?
ഓപ്ഷൻ സി നീലഗിരി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ജാംനഗർ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഓപ്ഷൻ സി കണ്ണൂർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി 97-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് 2023 അനുസരിച്ചാണ്. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ആണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3, 4 ശരി. ശരിയായ പ്രസ്താവനകൾ: ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10-ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2010 ഏപ്രിൽ 1. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി? ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? ഓപ്ഷൻ സി 3 മാസം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പൊതു താൽപര്യ ഹർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചര്യ എന്ന ഗാനം രചിച്ചതാര്? ഓപ്ഷൻ ബി അംശി നാരായണ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ സി ലാഹോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏത്? ഓപ്ഷൻ ഡി ആനന്ദമഠം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ്? ഓപ്ഷൻ ബി രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തതാര്? ഓപ്ഷൻ എ മലാല യൂസഫായി. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ഡി റെയ്ച്ചൂർ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി? ഓപ്ഷൻ ബി ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടികം മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ്? ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതേത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി തെർമോമീറ്റർ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയതാര്? ഓപ്ഷൻ ബി ഗാന്ധിജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം? ഓപ്ഷൻ സി ഒട്ടകം. മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം? ഓപ്ഷൻ ബി നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം? ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി
ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി? ഓപ്ഷൻ ബി നൈല്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത? ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ എ ലിട്ടൺ പ്രഭു. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? ഓപ്ഷൻ എ 21A. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തതേത്? ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി ജാർഖണ്ഡ്. പാതിരാക്കൊക്കിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം? ഓപ്ഷൻ എ കുമരകം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി കൊടങ്ങരപ്പള്ളം പുഴ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്ഥലം കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ഹൃദയം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം? ഓപ്ഷൻ ഡി നിശാന്തത. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു? ഓപ്ഷൻ എ ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ രോഗ സുരക്ഷാ പദ്ധതി? ഓപ്ഷൻ ബി വയോമധുരം പദ്ധതി. പപ്പായയുടെ ജന്മദേശം ഏത്? ഓപ്ഷൻ എ അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? ഓപ്ഷൻ സി കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായതെന്ന്? ഓപ്ഷൻ ബി 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏതു വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ഡി തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏത്? ഓപ്ഷൻ എ പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ സിങ്ക്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏതു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി ഓക്സിജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ബി 3. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ഓപ്ഷൻ എ 27 1/3 ദിവസം. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ഓപ്ഷൻ ഡി ഊഞ്ഞാലിന്റെ ചലനം. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവയേവ? ഓപ്ഷൻ ഡി ഇവയിലൊന്നുമല്ല. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏത്? ഓപ്ഷൻ സി തിരുവാതിര. ഏതാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത്? ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം? ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? ഓപ്ഷൻ സി വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 140. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ഓപ്ഷൻ ബി ചാന്നാർ ലഹള. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഓപ്ഷൻ സി തലയ്ക്കൽ ചന്തു.
വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? ഓപ്ഷൻ എ 250 രൂപ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായി. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി രാഷ്ട്രപതി. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ഓപ്ഷൻ എ ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 86. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാമത്. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം, ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. കൂട്ടത്തിൽ ചേരാത്തതേത്? ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്? ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ഗാട്ട്. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഓപ്ഷൻ എ ഗാട്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്? ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഓപ്ഷൻ ബി അമേരിക്ക. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഓപ്ഷൻ ബി ഡെറാഡൂൺ. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ? ഓപ്ഷൻ ബി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം? ഓപ്ഷൻ ഡി കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം? ഓപ്ഷൻ ബി മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? ഓപ്ഷൻ സി മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്? ഓപ്ഷൻ ബി കല്ലടയാറ്. മലനാടില്ലാത്ത ജില്ല? ഓപ്ഷൻ സി ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം? ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത? ഓപ്ഷൻ ഡി NH 544. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ? ഓപ്ഷൻ ബി കാൽബൈശാഖി. ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ഓപ്ഷൻ സി പൂക്കോട് തടാകം. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം? ഓപ്ഷൻ എ ജസ്പ. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? ഓപ്ഷൻ എ ഗോദാവരി. തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഓപ്ഷൻ ബി 12%. ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി? ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 4 ശരി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത്
1948 എം.എൻ. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായതേത്? ഓപ്ഷൻ ബി 1, 2, 3 ശരി. 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധനം നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ ഡി ഇസ്രയേല്. പ്രഭു സഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ഓപ്ഷൻ ഡി 1 ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. ആരുടെ നോവലാണ് വല്ലി? ഓപ്ഷൻ ഡി ഷീല ടോമി. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഓപ്ഷൻ ഡി കർണാടക. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3, 4 ശരി. ജിമ്മി ജോർജ് വോളിബോള്, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലമേത്? ഓപ്ഷൻ ബി മാങ്ങ. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം? ഓപ്ഷൻ എ മാംസഭുക്ക്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഓപ്ഷൻ ഡി ജീവകം ഡി. മനുഷ്യരിൽ അവസാനം മുളച്ചുവരുന്ന പല്ലേതാണ്? ഓപ്ഷൻ സി ചവർണകം. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്? ഓപ്ഷൻ ബി ഇരവികുളം. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകമേത്? ഓപ്ഷൻ എ ടോക്കോഫെറോള്. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഓപ്ഷൻ ബി വെളുപ്പ്. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്? ഓപ്ഷൻ എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ഡി 5. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ സി 1 and 2 മാത്രം ശരിയാണ്. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 1 and 2 ശരിയാണ്. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി? ഓപ്ഷൻ സി വാലി ഫങ്ക്. ഗാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഓപ്ഷൻ എ വ്യാഴം. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുക്? ഓപ്ഷൻ എ പെൻ ഈഡിസ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ സി AB രക്തഗ്രൂപ്പ് സാർവിക ദാതാവ്. സാർവിക ദാതാവ് O രക്തഗ്രൂപ്പാണ്. ഓർത്തു വെച്ചോണം, സാർവിക ദാതാവ് O രക്തഗ്രൂപ്പ്. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ കെ. NSCO ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഓപ്ഷൻ ബി എയ്ഡ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ഓപ്ഷൻ സി കോളറ. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഓപ്ഷൻ ഡി കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം. മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഓപ്ഷൻ ബി അർബുദം. വിളർച്ച അനീമിയ ഏതു ധാതുവിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? ഓപ്ഷൻ ബി ഇരുമ്പ്. കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏതു വർഷം നിലവിൽ വന്നു? ഓപ്ഷൻ ഡി 2008.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത്? ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ്. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി മെഡിക്കൽ കോളേജ് ആശുപത്രി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി കേരളം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്ര? ഓപ്ഷൻ ഡി 18.5 മുതൽ 24.9 kg/m². താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തതേത്? ഓപ്ഷൻ ബി ജപ്പാൻ. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അന്റാർട്ടിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം? ഓപ്ഷൻ സി ടോക്കിയോ. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. ഇനി 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അതും കൂടെ ഓർത്ത് വെക്കുക. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസാണ്. ഇനി 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം? ഓപ്ഷൻ എ ആന. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ ബി സോജില. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം? ഓപ്ഷൻ സി പയ്യന്നൂർ. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 28. റബ്ബറിൻ്റെ ജന്മദേശം? ഓപ്ഷൻ ബി ബ്രസീൽ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി? ഓപ്ഷൻ ഡി ലൂയി 16. മണ്ണിനെക്കുറിച്ചുള്ള പഠനം? ഓപ്ഷൻ എ പെഡോളജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഓപ്ഷൻ സി ഇന്ത്യയും ചൈനയും. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ലോകസഭയിൽ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ? ഓപ്ഷൻ ബി അമർത്യ സെൻ. പുതിയ UN സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ സി ആന്റോണിയോ ഗുട്ടറസ്. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ചൈന. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി ടാഗോർ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം? ഓപ്ഷൻ എ CO2. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി? വീണ ജോർജ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ ഡി കാവൻഡിഷ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ സി ഗംഗ. അന്താരാഷ്ട്ര മണ്ണുവർഷം? ഓപ്ഷൻ സി 2015. നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി? ഓപ്ഷൻ ബി സർവേ ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം? ഓപ്ഷൻ എ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. കാൽബൈശാഖി എന്നത്? ഓപ്ഷൻ സി മഴ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ എ എവറസ്റ്റ്. ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയ്? ഓപ്ഷൻ ബി പാകിസ്ഥാൻ. കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി. നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ടാഗോർ. ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത്? ഓപ്ഷൻ എ മികച്ച പരിശീലകന്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം? ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ? ഓപ്ഷൻ ഡി 10. മലയാള ഭാഷയുടെ പിതാവ്? ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി വ്യാഴം. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ പെരിയാർ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി PT ഉഷ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്? ഓപ്ഷൻ ഡി O പോസിറ്റീവ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി എറണാകുളം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം? ഓപ്ഷൻ എ 500 സെക്കൻഡ്.
ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്? ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ്. ലോക പരിസ്ഥിതി ദിനം? ഓപ്ഷൻ എ ജൂൺ 5. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പോൾ നിലവിൽ പി സതീദേവിയാണ്. എച്ച് എസ് പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ഭാഗം 4A. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? ഓപ്ഷൻ സി തൃശ്ശൂർ. നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? ഓപ്ഷൻ ഡി അമേരിക്ക. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ചെങ്കിസ് ഖാൻ. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത്? ഓപ്ഷൻ എ 1498. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഓപ്ഷൻ സി ഓറഞ്ച്. ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ? ഓപ്ഷൻ ബി കണ്ടൽക്കാടുകളിലൂടെ എൻ്റെ ജീവിതം. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ വൈറസ്. കേരള പിറവി ദിനം? ഓപ്ഷൻ ബി നവംബർ 1. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതു വസ്തു കൊണ്ടാണ്? ഓപ്ഷൻ ഡി ഡെൻഡെയ്ൻ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഓപ്ഷൻ സി നിശാന്തത. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയമേത്? ഓപ്ഷൻ ബി ORS ലായനി. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? ഓപ്ഷൻ ഡി കുരുമുളക്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആലപ്പുഴ. വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ്? ഓപ്ഷൻ ഡി DNA. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഓപ്ഷൻ എ ഊർജം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ബി ന്യൂക്ലിയസ്. അലൂമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി ബോക്സൈറ്റ്. ഞാനതെന്റെ കയ്യിലെടുത്തു പിടിച്ചാൽ മതി അതുരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലിയേഫ് അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഓപ്ഷൻ ബി ഗാലിയം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി സർ ഹംഫ്രി ഡേവി. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ജൂള്. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ഓപ്ഷൻ എ താപോർജ്ജം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്ര? ഓപ്ഷൻ ഡി 340 മീറ്റർ/സെക്കൻഡ്. ഒരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? ഓപ്ഷൻ സി 3-ാം ചലന നിയമം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷമേത്? ഓപ്ഷൻ സി 2015. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്